കൊടകര കുഴൽപ്പണ കേസ് ലോക്സഭയിൽ ഉന്നയിച്ചു. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് വിഷയം ശൂന്യവേളയിൽ ഉന്നയിച്ചത്. പി ബസന്ത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ബസന്ത്, ED ഭായ് ഭായ് വിളികളുമായി കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി പ്രതിഷേധം രേഖപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എങ്ങനെയായിരുന്നു ആ പ്രതിഷേധം? കൊടകര കുഴൽപ്പണ കേസിലടക്കം എന്തൊക്കെ ആരോപണങ്ങളാണ്, എന്തൊക്കെ വിമർശനങ്ങളാണ് മുന്നോട്ട് വെക്കപ്പെട്ടത്? കൊടകര കുഴൽപ്പണ കേസ് ഇന്ന് ശൂന്യവേളയിലാണ് കൊടിക്കുന്നിൽ സുരേഷ് MP ലോക്സഭയിൽ ഉന്നയിച്ചത്. ഇതൊരു കള്ളപ്പണ കേസ്, വെറുമൊരു കള്ളപ്പണ കേസായി എഴുതിത്തള്ളാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം നടത്തുന്നത്. ഇത് വലിയ തോതിലുള്ള കുഴൽപ്പണ ഇടപാടാണ് നടന്നത്. BJPയുടെ ദേശീയ നേതാക്കളിലേക്ക് എത്തുന്ന കണ്ണികളാണ് ഇതിന്റെ പുറകിലുള്ളത്. ആ കണ്ണികളെ കണ്ടെത്താൻ ശ്രമിച്ചിട്ടില്ല. ഇത് വലിയൊരു ഗൂഢാലോചനയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇത്തരത്തിലുള്ള വൻതോതിൽ പണം കേരളത്തിലേക്ക് ഇറക്കിയത്. BJPയുടെ ദേശീയ നേതൃത്വവുമായി ബന്ധമുള്ളവരാണ് ഈ ഇടപാടിന് പിറകിൽ. ഇതിന് പിറകിലുള്ളവരെ കണ്ടെത്തുന്നതിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ല. മാത്രമല്ല, ഇത് വെറും ഒരു കള്ളപ്പണ കേസായി എഴുതിത്തള്ളുകയാണ് ഇപ്പോൾ BJP ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു ആരോപണമാണ് കൊടിക്കുന്നിൽ സുരേഷ് ശൂന്യവേളയിൽ ഉന്നയിച്ചത്. ഇതോടുകൂടി തന്നെ സഭ വലിയ ബഹളത്തിലേക്ക് വീണു. പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോഴും നടുത്തളത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. ED BJP ഭായ് ഭായ് എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഹൈബിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളും മറ്റ് പ്രതിപക്ഷ പാർട്ടികളെ അംഗങ്ങളുമാണ് ഇപ്പോൾ നടുത്തളത്തിലുള്ളത്. സഭാ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സഭ മുന്നോട്ട് പോകുന്നത്. പി ബസന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. ലോക്സഭയിൽ കൊടിക്കുന്നിൽ സുരേഷാണ് കൊടകര വിഷയം ഉന്നയിച്ചത്. അതിനെ തുടർന്ന് വലിയ ബഹളത്തിലേക്ക് ലോക്സഭ എത്തുകയും ചെയ്തു. Ahead of the 2021 assembly election and had direct links to the top BJP leaders. Sir, key accused individuals have openly admitted to their association with the BJP functionaries. Yet, instead of exposing the full extent of this financial crime, the ED has reduced the case to a minor black money transaction, conveniently ignoring the political connections and the larger conspiracy. Sir, this is selective investigation exposes to dangerous pattern of the ED acting as the BJP shield while relentlessly targeting opposition leaders. Sir, I'm coming. Sir, the ED has reduced the case. Sir, why the ED is refusing to track the sources of this? Please sit down. He's speaking. Please sit down. Let him come through. കൊടകര കുഴൽപ്പണ കേസിലെ EDയുടെ കുറ്റപത്രത്തിന് പിന്നാലെയാണ് ലോക്സഭയിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ മാത്രമാണ് EDക്ക് എന്തെങ്കിലും തരത്തിലുള്ള നടപടിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്ന വിമർശനം ഉന്നയിക്കുകയാണ് കോൺഗ്രസ്. കൊടിക്കുന്നിൽ സുരേഷാണ് ലോക്സഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചത്. അത് വലിയ ബഹളത്തിന് ഇടയാക്കുകയും ചെയ്തു.